പക്ഷെ തനിക്കറിയാലോ, നിലവിൽ ഒരു ചാനലിലും എൻ്റെ സീരിയൽസ് ഇല്ല. പിന്നെ ഒരു ഓഫറുണ്ട്, 10 മണി സ്ലോട്ട്, ഒരു ഹൊറർ സബ്ജക്റ്റ് വേണം. അത് പിന്നെ താൻ ചെയ്യാറില്ലല്ലോ. പിന്നെ തൻ്റെ പേരുണ്ടെങ്കിൽ എനിക്ക് ഏത് ചാനലും ധൈര്യമായിട്ട് കയറി ചെല്ലാം. 1-2 മാസത്തിനുള്ളിൽ എത്ര പ്രോജക്റ്റ് വേണമെങ്കിലും ഓക്കെ ആകുകയും ചെയ്യും. ജയദേവൻ സീരിയൽ വരുമ്പോൾ വരട്ടെ. ശബരി കമ്മ്യൂണിക്കേഷൻസിനെ തൻ്റെ സ്വന്തം പോലെ കരുതാം. എൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് നിന്ന ഒരാളും മനസ്സ് വേദനിച്ചിട്ട് ഇറങ്ങി പോയിട്ടില്ല. ശബരി, ശരി, പോയിട്ട് വരൂ. തിരുമേനി പറഞ്ഞ പോലെ എൻ്റെ സമയം തെളിഞ്ഞെന്നാ തോന്നുന്നത്. ജയദേവൻ ചുങ്കത്തറ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നു. സമയം 3:30. തെളിഞ്ഞോ? ബെസ്റ്റ് ടൈമാണോ? ശബരി കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടി നമ്മളൊരു പ്രേതകഥ ചെയ്യുന്നു. പേര് അരുന്ധതി. ഇത് ജീവിതത്തിലൊരു മാറ്റത്തിന്റെ സമയമല്ലേ? മനുഷ്യരെക്കാൾ നല്ല കൂട്ട് ചിലപ്പോ പ്രേതങ്ങളായാലും. ഡൺ. ചാനലിൽ പോകുന്നു, ടെലികാസ്റ്റ് ഡേറ്റ് വാങ്ങുന്നു, നമ്മൾ ഷൂട്ട് തുടങ്ങുന്നു. പക്ഷേ എനിക്ക് ചില ഡിമാൻഡ്സ് ഒക്കെ ഉണ്ട്. പറഞ്ഞോ. എന്റെ തീരുമാനങ്ങളെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. കഥ, കാസ്റ്റിംഗ്, ഷൂട്ടിംഗ് ഒക്കെ ഞാൻ തീരുമാനിക്കുന്ന പോലെ ആയിരിക്കും. അതിനെന്താ, എനിക്ക് പൂർണ്ണ സമ്മതം. ഈ പ്രോജക്റ്റ് ഡയറക്റ്റ് ചെയ്യാൻ എനിക്ക് ബോബൻ സാമുവലിനെ വേണം. ചുങ്കത്തറയുടെ സ്ക്രിപ്റ്റ് ചെയ്യുന്ന ത്രില്ല ഞാൻ. താങ്ക്സ് കേട്ടോ. നമുക്കൊരു പൂജ നടത്തണം. വെറും പൂജ പോരാ, ഒരു സിനിമ സ്റ്റൈൽ പൂജ തന്നെ വേണം. സീരിയൽ രംഗത്തെ എല്ലാവരും ഉണ്ടാവണം, പ്രത്യേകിച്ച് വിജയാനന്ദ്. ജയദേവൻ ചുങ്കത്തറയുടെ പുതിയ തീരുമാനങ്ങൾക്ക് സാക്ഷിയായി അവനുണ്ടാവണം, മുൻനിരയിൽ തന്നെ. തിരുമേനി, പൂജയ്ക്ക് നല്ലൊരു ഡേറ്റ് വേണം, എത്രയും പെട്ടെന്ന് തന്നെ. അതെ, സീരിയലിന്റെ പേര് അരുന്ധതി. അരുന്ധതി അരുന്ധതി അരുന്ധതി. നിലാവുറങ്ങണ തീരം കനവ് പൂക്കുമിയാമം പ്രിയമാനസ നിന്മാറിലലിയാൻ ചേർന്നുറങ്ങാൻ മോഹം ദാഹം. അരുന്ധതി അരുന്ധതി അരുന്ധതി. ഞാൻ അങ്ങോട്ട് തിരുമേനി പറഞ്ഞ സമയം. ഇവരൊക്കെ അറിയാലോ അല്ലേ? ഇല്ല,
അറിഞ്ഞൂടെ? അറിഞ്ഞൂടാ. ഇത് അഭിലാഷ് നായർ ഓ, ഓ, ഓ. 12 സിനിമ ചെയ്തിട്ടുണ്ട്. ആണോ? പിന്നെ ഓ. ഇവരെല്ലാം അങ്ങ് ചെന്നൈന്നാ. ഓ. ഇത് ശരവണ, ഇത് മുജീബ്. ഈ ഹിന്ദിയിലുള്ള ക്യോങ്കി ബാബി കി ബർസാത് കി അങ്ങനെയാണ് ഈ സ്റ്റാർ പ്ലസ് ഇല്ലേ, ആ, ആ. അതിനകത്തുള്ള ഹിറ്റ് സീരിയല് മൊത്തം എഴുതുന്ന ഇവരാ. അപ്പൊ അതൊരു ചെല്ലട്ടാ. ഭയങ്കര സെറ്റപ്പ് ആണല്ലോ പൂജയൊക്കെ. ഓ, അങ്ങനെയൊന്നുമില്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. ചെയ്താൽ മതി. പ്ലീസ്. ഒറ്റ കുതിര വലിച്ചോണ്ടിരുന്ന വണ്ടിയല്ലേ അളിയ, 3 കുതിരയാവുമ്പോ ഒന്നുകൂടെ കുതിക്കുമായിരിക്കും അല്ലേ? വെൽക്കം ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ പൂജാ ചടങ്ങിലേക്ക് സ്വാഗതം. അരുന്ധതി എന്തായിരിക്കുമെന്ന് അറിയാൻ നാം ഓരോരുത്തരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അത് നമ്മളോട് പറയുന്നത് മറ്റാരുമല്ല, പെൺമനസ്സിന്റെ സ്പന്ദനങ്ങൾ അറിയുന്ന കൈരളിയുടെ പ്രിയപ്പെട്ട കഥാകൃത്ത്, മലയാള മെഗാ സീരിയലുകളുടെ കുലപതി. ഇറ്റ്സ് നൺ അതർ ദാൻ മിസ്റ്റർ ജയദേവൻ ചുങ്കത്തറ. സ്നേഹാദരങ്ങളോടെ മിസ്റ്റർ ജയദേവൻ ചുങ്കത്തറയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. സത്യം പറഞ്ഞ എൻ്റെ ജീവിതത്തിലെ വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണിത്. കാരണം ഞാൻ ഇതുവരെ എഴുതിയിട്ടുള്ളത് മനുഷ്യരുടെ കഥകളാണ്. ഒരുപക്ഷെ ചില മനുഷ്യരിൽ നിന്നുണ്ടായ വിശ്വാസവഞ്ചനയാണ് എന്നിങ്ങനെ വഴിമാറ്റി ചിന്തിപ്പിച്ചത്. ഈ പറഞ്ഞ സാറിനെയാണല്ലേ? അരുന്ധതി നിങ്ങൾക്കുള്ള കാഴ്ചയാണ്. അതിനെക്കുറിച്ച് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. എൻ്റെ അരുന്ധതിയെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നു.